ലാവോസിലത്തെ നോട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ട 1,00,000-ൻ്റെ നോട്ടുകളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനേക്കും ഭയങ്കര എക്സ്പെൻസാണ്. ഈ 1,00,000 രൂപയുടെ നോട്ട് അല്ലെങ്കിൽ 1,00,000 രൂപ കിട്ടാനായിട്ട് നമ്മുടെ ഇന്ത്യൻ കറൻസി വെറും 450 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ഞങ്ങളിവിടെ ഏകദേശം ലക്ഷക്കണക്കിന് രൂപയായിട്ടാണ് വന്നത്. പക്ഷെ നമുക്ക് നമ്മളുടെ അവിടെ ലാവോസ് കറൻസി സാധാരണ എക്സ്ചേഞ്ചുകൾ വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ അവിടെ നിന്ന് ഡോളർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ മാറാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ പൈസ മാറി കഴിഞ്ഞാൽ ഇന്ത്യൻ കറൻസി 450 രൂപ കൊടുത്താൽ 1,00,000 രൂപ കിട്ടുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരം നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ 2,00,000 രൂപ 3,00,000 രൂപയ്ക്ക് നമുക്ക് എക്സ്പെൻസ് വരും. നമുക്ക് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം, എന്നാലും ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു 1,00,000 രൂപയോളം നമുക്ക് ചിലവ് വരും. അപ്പോൾ ലാവോസ് കറൻസിയും അതേപോലെ തന്നെ വിയറ്റ്നാം കറൻസിയും ഇതുപോലെയാണ്. നമ്മളുടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ കിട്ടും. ഇവർ ഓരോ കാര്യത്തിനും പൈസ പറയുന്നത്, നമ്മൾ ഒരു ടാക്സി വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5,00,000 രൂപയാവും. ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ 1,00,000 രൂപ, ഒരു പെപ്സി മേടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ 50,000 രൂപയാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഈ കറൻസിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ ആദ്യം ഓരോ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു അമേരിക്കൻ ഡോളറൊക്കെ കൊടുക്കുന്നത് പോലെ നമുക്ക് കുറേ പൈസ കിട്ടിയാലോ. അങ്ങനെ ഇന്ത്യയുടെ രൂപ കൊടുത്തപ്പോഴാണ് ഒരുപാട് പൈസ നമുക്ക് കിട്ടിയത്. പക്ഷേ ഗുണമൊന്നുമില്ല, നമ്മുടെ അവിടത്തേക്കാളും കൂടിയ എക്സ്പെൻസാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾക്കും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് നമുക്ക് യാത്രയിലുണ്ടാവുന്നത്. യാത്രയാണ് ലഹരി.